നടവായിരിക്കണം. ബാത്റൂമിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടി ഇഞ്ചുറി ആയി എന്നുള്ള രീതിയിലൊക്കെ അഭിനയമായിരുന്നു. പക്ഷെ അഭിനയമൊന്നും പോലീസുകാർ കൈക്കൊണ്ടില്ല. പോലീസുകാർ അവനെ കൊണ്ട് നേരെ തെളിവെടുപ്പിന് പോവുകയും ചെയ്തു. അപ്പം അഫാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അഫാന്റെ ഉള്ളിൽ ഇതാണ്, അതായത് ഉറ്റവരാരും ഇല്ല, അവരിനി ഇല്ലെങ്കിൽ എനിക്കിനി അവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഈ മറ്റേ മോൻ ഇത് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പം പോലീസുകാരുടെ അടുത്ത് വെച്ചിട്ട് ഇവൻ വേറൊരു കാര്യം കൂടി ചോദിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ചോറ് കൊടുത്ത സമയത്ത് മീൻകറി ഒന്നുമില്ല സാറേ എന്നൊക്കെ ചോദിക്കുകയുണ്ടായത്. മീൻകറി ഒന്നുമില്ല സാറേ എന്ന് ചോദിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ താഴെ ചാടി എന്നുള്ള രീതിയിൽ വരുത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇവന് ഇപ്പം മരിക്കണമെന്ന് തോന്നിയാലും പോലീസുകാരെ നിങ്ങൾ മരിക്കാൻ സമ്മതിക്കരുത്. കാരണം ഇവൻ ഇങ്ങനെ മരിച്ചു പോയാൽ പോരാ. ഇവൻ അപ്പോഴത്തെ തോന്നലില് അല്ലെങ്കിൽ അവന്റെ കൂടെ മറ്റെന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചിന്താഗതിയിൽ അവൻ ചെയ്തൊരു ക്രൂരത എന്ന് പറഞ്ഞാൽ അവനെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഉമ്മ, അവന്റെ അനിയൻ, അവന്റെ പെണ്ണ്, അവന്റെ കുടുംബത്തിലുള്ളവര്, ഇവരെല്ലാം വെറും 2000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് അമ്മയെ കൊന്നുകളയല്ലേ, അമ്മയുടെ മാലയ്ക്ക് വേണ്ടിയിട്ട് അമ്മയെ